ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ അടുത്ത എപ്പിസോഡ് റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അയൺ ഫാമിൽ നിന്ന് ഫുള്ള് ബെഡും പിന്നെ ഫ്ലെച്ചിങ് ടേബിൾ വർക്ക് സ്റ്റേഷനൊക്കെ പൊട്ടിച്ചിട്ട് ഈ ബോക്സിലാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഈ ഇവിടെ ഫുള്ളിങ്ങനെ റെയില് അവിടുന്ന് മുതൽ ഇവിടം വരെ വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അവരെ കൊണ്ടുവരുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാനുള്ളൊരു സെറ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഏരിയ ആണ്. സോ ആദ്യം ഈ ബ്ലോക്ക് ഇതിൽ കൂടെയാണ് സാധനം വരേണ്ടത്. സോ ഇതിൻ്റെ താഴേക്ക് കുറച്ച് ബ്ലോക്ക് കുഴിച്ച് പോകണം. ഓക്കെ, 1 2 3. അതുപോലെ തന്നെ ഓക്കെ, ഇവിടെ നിന്ന് വീഴുന്ന സാധനം ഇവിടെ നമുക്കൊരു വെള്ളം ഒഴിച്ചാൽ ഇങ്ങനെ ഒഴുകി വരും. ഓക്കെ, ഇത് ഒഴുകി ഇവിടെ വരും. ഇവിടെ ഹോപ്പർ വെക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ താഴെയാണ് നമ്മൾ ചെസ്റ്റ് വെക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെസ്റ്റ് വെക്കുന്ന ഒരു കോപ്പർ ചെസ്റ്റാണ്. കാരണം നമ്മൾ ഓക്കെ ഒരു കോപ്പർ കോളം തന്നെ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ലിങ്ക് വെച്ചിട്ട് കോപ്പർ കോളം തന്നെ കൊണ്ട് ഇവിടുന്ന് വരുന്ന അയണും പിന്നെ പോപ്പിയും പിന്നെ അഥവാ സ്ട്രിങ് കിട്ടുകയാണോ അതും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 2-3 ചെസ്റ്റും കൂടി വെക്കും. ഓക്കെ, ഹോപ്പർ എടുത്തില്ല. ഹോപ്പർ പഴയ ഇതിൻ്റെ അതൊന്ന് പൊട്ടിക്കാനുണ്ട്. അത് പൊട്ടിച്ചിട്ട് ഇവിടെ കൊണ്ടുവെക്കാം. ഓക്കെ, ലിങ്കായി എന്ന് തോന്നുന്നു. ഇല്ല, ഇവിടെയാണ് ലാവാക്കുന്നത്. അവിടെ വന്നോളാം. അവിടെ നിൽക്കുന്നുണ്ട്. ഈ ബ്ലോക്ക് മുഴുവൻ പൊട്ടിച്ച് കളയണം. ഓക്കെ, ഈ ബ്ലോക്ക് മുഴുവൻ പൊട്ടിച്ച് കൂടുന്ന ശേഷം അല്ലെങ്കിൽ ലാവയിൽ കുടുങ്ങും. അപ്പോൾ നമുക്ക് ബെഡ് വെക്കാം. ആദ്യത്തെ ബെഡ് ഇവിടെയാണ് വെക്കുന്നത്. അടുത്തത് ഇവിടെ, 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 24. ഓക്കെ, 24 ബെഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് പരിപാടികളൊന്നുമില്ല. ഒന്നിവിടെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇതിൻ്റെ പരിപാടി. ഇനി നമുക്ക് വില്ലേജസിനെ ഇവിടെ കൊണ്ടുവന്ന് വരുത്തുകയാണ് നമ്മുടെ അടുത്ത പരിപാടി. ഓക്കെ, ആദ്യം ഇവിടുത്തെ ബ്ലോക്ക് ഒക്കെ പൊട്ടിച്ച് കളയാം. എന്നിട്ട് ഇവന് കുറച്ച് വെളിച്ചം കാണിച്ചു കൊടുക്കട്ടെ. ഓക്കെ, പിക്കാക്സ് പൊട്ടിപ്പോയോ? സാരമില്ല, പറയേണ്ട കാര്യം ഇഷ്ടം പോലെ കിട്ടുമല്ലോ. ഇനി ഇതും കൂടി പൊട്ടിച്ചിട്ട് ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു റെയിലും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവനെ പുഷ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, മേലെ കയറിയിട്ട് പുഷ് ചെയ്യാം. ഓക്കെ, അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. ഇവിടെ നിന്ന് അവിടെ ചാടിക്കഴിഞ്ഞാൽ അവൻ പോകില്ലേ? താഴെ ഓക്കെ പോകുന്നുണ്ട്. ഓക്കെ, റെഡി. ഓക്കെ, അവനങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവനൊന്ന് കുറച്ചൊന്ന് അകത്തോട്ട് തള്ളിയിട്ട് നമുക്കിവിടെ ട്രാപ്പ് ഡോർ വെച്ചിട്ടില്ല അല്ലേ? ട്രാപ്പ് ഡോർ വെക്കാം. എന്നിട്ട് ഓക്കെ, അടക്കാൻ പറ്റുന്നുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ സാധനങ്ങൾ പൊട്ടിച്ചെടുക്കാം. ആദ്യം മൈൻ കാർട്ട്
ഈ റെയിൽ ഇവിടുന്ന് പൊട്ടിച്ചിട്ട് രണ്ടാമത്തെ ആളെ കൊണ്ടുവരേണ്ട അവിടെ വെക്കാം. പൊട്ടിച്ചിട്ട് ഇവിടെ വെക്കുക. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് പൊട്ടിച്ചെടുക്കണം. അല്ലെങ്കിൽ മൈൻ കാട്ടിൻ്റെ അടിയിൽ നിന്ന് ഇത് പൊട്ടിച്ചെടുക്കില്ല, ഭയങ്കര പണിയാണ്. അതൊരു കർവിൻ്റെ അകത്ത് നിന്ന് തന്നെ അതങ്ങോട്ട് മൈൻ കാട്ടങ്ങ് കയറി നിന്നോളും. അപ്പോൾ കുഴപ്പമില്ല. ഒരു ബ്ലോക്ക് വെക്കാം. എന്നിട്ട് ഇവിടെയും ഒരു ട്രാപ്പ് ഡോർ അങ്ങ് വെക്കാം. ഇനി ഇവനൊരു ഫ്ലച്ചിങ് ടേബിൾ കൊടുക്കാം. ഇവനവിടെ നിന്ന് പണിയെടുക്കട്ടെ. ലിങ്ക് അവിടെ ഓക്കെ, ലിങ്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ആളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാം. ഓക്കെ, രണ്ടാമത്തെ ആളെ ഇവിടുന്ന് മൈൻകാട്ടിൽ കയറ്റി വിടുന്നുണ്ട്. ഇനി അവിടെ എത്തിയിട്ട് കാണിക്കാം. ഓക്കെ, രണ്ടാമത്തെ ആൾ ഇവിടെ എത്തി. ഇനി ഇവൻ്റെ ഇങ്ങോട്ട് തള്ളുക. എന്നിട്ട് ട്രാപ്പ് ഡോർ താഴ്ത്തി വെക്കാം. അതേക്കണോ വേണ്ടല്ലേ? അതാഴ്ത്തി വെച്ചാൽ എന്നിട്ട് ഇത് പൊട്ടിച്ചെടുക്കുക, റെയിൽ പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് മൈൻകാട്ടും പൊട്ടിക്കുക. എന്നിട്ട് ഇവനെ ഫ്ലച്ചിങ് ടേബിളും കൂടി കൊടുക്കുക. തുറന്നാൽ അവൻ ഓടില്ലല്ലോ അല്ലേ? ശരിയാ. ഓക്കെ, ലിങ്കായില്ലേ? ഓക്കെ, ലിങ്ക്. ഇത് ഞാനിനി എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് 10 ആളെയും കൊണ്ടുവന്നിട്ട് റെഡിയാക്കട്ടെ. ഓക്കെ, അങ്ങനെ ഇതാ 10ാമത്തെ ആൾ ഇങ്ങോട്ട് വരികയാണ്. ഇവനെ ഇതിൻ്റെ അകത്ത് കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ നമ്മുടെ അയൺ ഫാം വർക്ക് ചെയ്യാൻ തുടങ്ങേണ്ടതാണ്. ഓക്കെ, അങ്ങോട്ട് നിന്നിട്ട് പൊളിക്കുക. റെയില്, മൈൻ കാർട്ട്. ഓക്കെ, എന്നിട്ട് ഇവൻ്റെ ഫ്ലച്ചിങ് ടേബിള്. ഓക്കെ, ഇപ്പോൾ അയൺ ഫാം ഓക്കെ ലിങ്കായിട്ടുണ്ട്. ഇനി അയൺ ഫാം ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങേണ്ടതാണ്. നമുക്ക് ട്രാപ്പ് ഡോർ താഴ്ത്തി കൊടുക്കാം. ഇനി അടുത്ത 11ാമത്തെ ആൾക്കുള്ള റെയിൽ കൂടെ വെക്കാം. അയൺ ഫാം വർക്കാവുന്നുണ്ടോ നോക്കണമല്ലോ അല്ലേ? ഇവിടെ ഇത് ഇവരിങ്ങ് പുറത്ത് സ്പോണായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കുറേ ലീഫൊക്കെ വെക്കാനുണ്ട്. ഇവിടെ എവിടെയോ ഒരു ഗ്യാപ്പുണ്ട്, അത് ഞാൻ വെക്കട്ടെ ഇരുന്നിട്ട്. ഇവിടെ നല്ല ഹൈറ്റ് ഉണ്ട്. ഓക്കെ, ഇത് റെഡിയാക്കാം. ഇവിടെയൊക്കെ ലീഫ് വെച്ചിട്ട് ഹൈറ്റ് ലെവലാക്കി കഴിഞ്ഞിട്ട് അവനെ തട്ടിക്കളയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാം. അയൺ ഫാം വർക്കായെന്ന് പോയി നോക്കാം. ഓക്കെ, അതെ, അൻകോളം ഇതാ ഡെഡായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അയൺ ഫാം വർക്കായി. ഓക്കെ, ഇനി ബാക്കി ഒരു 14 വില്ലേജസിനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണം. പരിപാടിയും കൂടി ചെയ്യാം. ഓക്കെ, അത് നൈസ്. ഇത് കുറേ സമയം എടുക്കും ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് അടുത്ത അയൺ ഗോളം കൂടി സ്പോണായിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ലെവൽ 32 ആവുന്നു. യെസ്, ഓക്കെ, റെഡി. അപ്പോൾ അയൺ ഫാം അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇതിന് ഡബിളാക്കണം. 2 അയൺ ഗോളം സ്പോണാകുന്ന രീതിയിലേക്ക് മാറ്റണം. ഓക്കെ, അതിനുള്ള പരിപാടി ഞാൻ ഓഫ്ലൈനിൽ ചെയ്തിട്ട് പിന്നെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങളെ ലാസ്റ്റ് കാണിക്കാം. അതല്ലേ നല്ലത്? അയണ വരുന്നതും കൂടി കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ കോപ്പർ ചെസ്റ്റിലേക്ക് അയണ വരുന്നത് കാണണ്ടേ? അപ്പോൾ എത്രയുണ്ട്? ഓക്കെ, 9. ഓക്കെ, നൈസ്. പിന്നെ പറയാൻ മറന്നുപോയി, ഇവിടെ നമ്മുടെ വില്ലേജർ ബ്രീഡിൽ നിന്ന് ഇങ്ങനെ വലിയൊരു റെയിലിട്ടിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ ആൾക്കാരെ കൊണ്ടുവരുന്നത്. പിന്നെ ഇവരുടെ വർക്ക് സ്റ്റേഷൻ ഞാൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്മിത്തിങ് ടേബിളും ഇതൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ ഫ്ലച്ചിങ് ടേബിൾ തന്നെയാണ്, ഇപ്പോഴത്തെ സൈഡിലും ഫ്ലച്ചിങ് ടേബിൾ തന്നെയാണ്. ഇപ്പോൾ നിലവിൽ 19 ആൾ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇവന് ഞാൻ ലെഫ്റ്റനൻ്റാണ് കൊടുത്തത്. ഇവൻ ലൈബ്രറിയാണ്. ഇനി 20ാമത്തെ ആളും ലൈബ്രറിയനാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി പോയിട്ട് 20ാമത്തെ ആളെ കൊണ്ടുവരാം. ഈ മൈൻ കാട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഗ്യാപ്പിൽ കയറി എന്നിട്ട് എല്ലാം തള്ളിവിട്ട് ഞാൻ കയറിക്കോളാം. അവന് ഡാമേജ് കിട്ടുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇങ്ങോട്ട്. ഓക്കെ, ഇനി ഈ ബ്ലോക്ക് ഇവിടെ തിരിച്ച് വെക്കുക. എന്നിട്ട് ഇവനെ മെല്ലെ തള്ളി വിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ കൂടെ അങ്ങനെ ഒഴുകി പോയിക്കോളും.
കുറേ ദൂരം വെള്ളത്തിൽ പോയിട്ടാണ് നമ്മുടെ റെയിൽ വരുന്നത്. ഓക്കെ ഓക്കെ അങ്ങനെ 20ാമത്തെ ആൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവനെ ഇനി അങ്ങോട്ട് കയറ്റി ഇരുത്തിയിട്ട് ഇതിൻ്റെ വർക്ക് സ്റ്റേഷൻ വെച്ച് കൊടുക്കാം. ഓക്കെ ഇവന് കുറച്ചൊന്ന് അങ്ങോട്ട് പുഷ് ചെയ്തിട്ട് ഇത് പൊട്ടിച്ചെടുക്കാം. റെയില് പിന്നെ മൈൻ കാട്ട്, ഇനി ഇവന് ലെറ്റേൺ വെച്ച് കൊടുക്കാം. ഓക്കെ ഇവൻ ലിങ്ക് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ ആംഗിൾ വരേണ്ടതാണ്, ഫുൾ ഫ്ലെഡ്ജായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. ഇതൊക്കെ പൊട്ടിച്ച് നമുക്ക് അടുത്താക്ക് വരാനുള്ള ഇതിവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ ഒരു 4 പേർക്കും കൂടി വർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. 4 പേരെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളത്. നമുക്ക് മേലെ പോയിട്ട് നോക്കാം ഇത് കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ നോക്കാം. ഓക്കെ ആരെങ്കിലും സ്പോൺ ആവുമോ? കുറച്ചാരെങ്കിലും നിന്ന് നോക്കാം അല്ലേ. ഇതിപ്പോൾ കുറേ നേരമായി നിൽക്കുന്നു. എന്തായാലും ഒരാളും പോകണം അവിടെ സ്പോൺ. ഓക്കെ ഒരെണ്ണം ഇപ്പുറത്തും പോയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ 2 എണ്ണം അറ്റ് എ ടൈം സ്പോൺ ആവുന്നുണ്ട്. ഓക്കെ അപ്പോൾ നമ്മൾ അയൺ ഫാം ഫുൾ ഫ്ലെഡ്ജായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ അത് റെഡിയായി, ഇവിടുത്തെ പണി കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് ഇവരുടെ ട്രേഡിങ് സെറ്റ് ചെയ്യലാണ്. ഇവരുടെ ഈ സാധനം വർക്ക് സ്റ്റേഷൻ പൊടിച്ചിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ ഏതാണ്? ഓക്കെ ഇത് ഫയർ പ്രൊട്ടക്ഷൻ 4 നോക്ക് മാക്ക് 1 ഒക്കെയാണ്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ആവശ്യമുള്ള ട്രേഡ് കിട്ടുന്നതിനനുസരിച്ച് ഇത് പൊട്ടിച്ച് വെക്കണം. ഓക്കെ അത് ഓഫ്ലൈൻ ഇരുന്ന് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ ഇവൻ്റെയും നമുക്ക് ആവശ്യമില്ലാത്ത സാധനം. ഓക്കെ അത് മെല്ലെ മെല്ലെ ചെയ്യാം. ഓക്കെ അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ ബൈ.